എല്ലാവർക്കും ഇതേ ഒരു കിഡിലൻ ഗുഡ് ഈവനിങ് പറയാണ്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും നിങ്ങളുടെ വെക്കേഷൻ അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും അല്ലെ. അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളുടെ വെക്കേഷൻ എന്നുള്ളത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് മിസ് അറിയട്ടെ, എങ്ങനെയുണ്ട് നിങ്ങളുടെ വെക്കേഷൻ എന്നുള്ളത്. മിസ് ഇവിടെ വെക്കേഷൻ ഒക്കെ അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ വേണ്ട ക്ലാസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ വെക്കേഷനിൽ നിങ്ങൾ വെറുതെ കളിച്ച് ചിരിച്ച് മാത്രം പോകാനാണോ ഉദ്ദേശിക്കുന്നത്? വേറെ വല്ല പ്ലാനുകളും ഉണ്ടോ? എന്തെങ്കിലും വെക്കേഷൻ കോഴ്സസിനൊക്കെ പോയിട്ടുണ്ടോ? ഏതെങ്കിലും വെക്കേഷൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വെക്കേഷന് വേണ്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു സമ്മർ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും, അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, പിന്നെ എൻ്റെ മക്കൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് വെക്കേഷനിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യുക, അച്ഛൻ്റെയും അമ്മയുടെ ചേച്ചിയുടെയും ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്ത് പഠിക്കാം. ക്രാഫ്റ്റ് വർക്ക് എന്താണെന്ന് അറിയാം, ഇങ്ങനെ പേപ്പറൊക്കെ കട്ട് ചെയ്ത് കളർ പെൻസിലുകളൊക്കെ വെച്ച് ചിത്രം വരച്ച് അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് കൂടെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. പിന്നെ അതല്ലാതെ നീന്തൽ പഠിക്കാൻ വേണ്ടി പോവാം. നീന്തൽ പഠിക്കാന്നൊക്കെ പറഞ്ഞത് വളരെ നീന്തൽ പഠിച്ചിരിക്കണം കേട്ടോ ലൈഫിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് സമ്മർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീടിൻ്റെ അടുത്തുള്ള അച്ഛനോടോ അമ്മയോടോ ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നീന്തൽ ക്ലാസ്സുകളിൽ പോയിട്ട് അവരുടെ എല്ലാവരുടെയും സംരക്ഷണത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നീന്തൽ പഠിക്കാം. നീന്തൽ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ, അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ അല്ലാതെ പോകരുത്. അപ്പം നീന്തൽ ക്ലാസ്സുകളിലേക്ക് പോവാം. ഇനി അതല്ലാതെ നിങ്ങൾക്ക് അബാക്കസ് പോലെയുള്ള മാത്സ് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, മാത്സ് റിലേറ്റ് ചെയ്തുള്ള ക്ലാസ്സസിലേക്ക് പോവാം. ഇനി ഇപ്പൊ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് മാത്സിൽ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റുകൾ എൻ്റെ മക്കൾക്ക് ഭയങ്കര പാടാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ സബ്ജക്റ്റ് മാത്രം ഇരുന്ന് ഒന്നുകൂടെ പഠിക്കാം. ഓക്കെ, പിന്നെ അത് മാത്രമല്ലാതെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടെ ചെയ്യാം, ഇത് പുസ്തകങ്ങൾ വായിക്കാം. ഓക്കെ, അതായത് പുസ്തകങ്ങൾ, കഥാപുസ്തകങ്ങൾ, കുഞ്ഞു കഥാപുസ്തകങ്ങൾ, ബാലരമ, അതുപോലെ കളിക്കുടുക്ക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയ ടൈപ്പ് കുഞ്ഞു പുസ്തകങ്ങളുണ്ട്, ഡൈജസ്റ്റ് ഉണ്ട്. അപ്പം 4ാം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക, ഡൈജസ്റ്റ് വായിക്കുക. അവർ കളിക്കുടിക്ക മാലിന്യമൊന്നും വായിക്കാതെ ഡൈജസ്റ്റ് പോലുള്ളത് വായിക്കുക. അതേപോലെ തന്നെ കൂടുതലായിട്ട് ചിത്രങ്ങൾ വരച്ച് പഠിക്കാൻ വേണ്ടി നോക്കുക, കളറ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ല എന്നൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് പേപ്പർ എടുക്കുക, കളർ പെൻസിൽ എടുക്കുക, എന്നിട്ട് ഇഷ്ടമുള്ള രീതിയിൽ വരച്ച് പഠിക്കുക. അപ്പം അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങൾ നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ പറ്റുന്ന ലെവലിലേക്ക് മാറും. ഓക്കെ, പിന്നെ ആകെ ബസ്സിന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, വെക്കേഷൻ സമയം ആയതുകൊണ്ട് നിങ്ങൾ തന്നെ വല്ലാതെ പുറത്തൊന്ന് ഇറങ്ങി കളിക്കരുത് കേട്ടോ. ഒത്തിരി പുറത്തിറങ്ങി കളിക്കരുത്, ഭയങ്കര ചൂടാണ്. അപ്പോൾ കുറേ നേരം നമ്മളിങ്ങനെ സൂര്യനിലെ ചൂട് തട്ടുന്ന രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞു സ്കിന്നല്ലേ, ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നല്ലേ നിങ്ങളുടെയൊക്കെ. അപ്പോൾ അവിടെയൊക്കെ പൊള്ളലേൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. വെക്കേഷൻ സമയമാണെന്ന് വെച്ച് കളിച്ച് ചിരിച്ച് വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാണ്ട് ഒന്നും ഇരിക്കരുത്. രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യരുത്. ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കണം, നിങ്ങൾ ഡിന്നർ കഴിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം, വെജിറ്റബിൾസ് കഴിക്കാൻ നോക്കണം. അതേപോലെ തന്നെ നന്നായിട്ട് എന്ത് ചെയ്യണം, വെള്ളം കുടിക്കണം. ഓക്കെ, പിന്നെ നന്നായിട്ട് കുളിക്കണം അല്ലേ. നമ്മൾ പേഴ്സണൽ ഹൈജീനിലെ കുറിച്ചൊക്കെ പഠിച്ചതല്ലേ. അപ്പോൾ അതുകൊണ്ട് കൈകൾ വൃത്തിയായിട്ട് കഴുകുന്നതും ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കുകയൊക്കെ ഈ വെക്കേഷൻ സമയത്ത് ചെയ്യണം. വെറുതെ വെക്കേഷനിൽ ഇരുന്ന് സമയം കളയാതെ വീട്ടിലിരിക്കുക, കളിക്കുക. ഇത് മാത്രമല്ലാതെ മിസ് പറഞ്ഞതുപോലെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പോവാം. ഇപ്പം നീന്തൽ പഠിക്കാൻ വേണ്ടി പോകാം, അല്ലെങ്കിൽ അബാക്കസ് പഠിക്കാൻ വേണ്ടി പോവാം, ഡ്രോയിങ് ക്ലാസ്സിന് പോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും വയലിനോ മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള ക്ലാസ് പഠിക്കാൻ പോവുക. അത് മാത്രമല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് ഭയങ്കര ടഫാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് ഇരുന്ന് പഠിക്കാം. ഇപ്പോൾ മാത്സ് ടഫാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞു പോയ മാത്സിലെ ബുക്സൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ സോൾവ് ചെയ്ത് തീർക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഇരുന്ന് പഠിക്കാം. അപ്പം അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്കൊക്കെ പോവാം. അപ്പോൾ കുറച്ചുകൂടെ എന്ത് ചെയ്യാം, എഫക്റ്റീവായിട്ട് തന്നെ നിങ്ങളുടെ വെക്കേഷൻ സ്പെൻഡ് ചെയ്ത് തീർക്കാം. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് മിസ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ വെക്കേഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.